ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ആദ്യം പോലീസിനെതിരായ പരാതികൾ അറിയിക്കാൻ PV അൻവർ MLA പുറത്തുവിട്ട വാട്സാപ്പ് നമ്പർ ബ്ലോക്കായി. തൽപര കക്ഷികൾ സ്പാം റിപ്പോർട്ട് ചെയ്ത് നമ്പർ ബ്ലോക്കാക്കി എന്നാണ് MLA ആരോപിക്കുന്നത്. ഒരു നമ്പർ പോയാൽ 1000 നമ്പർ വരുമെന്നും PV അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. വിപിൻ C വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. വിപിൻ, എന്ത് സംഭവിച്ചു എന്നാണ് MLA ആരോപിക്കുന്നത്? 15 മിനിറ്റ് മുൻപാണ് PV അൻവർ ഇത്തരമൊരു ആരോപണം ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരിക്കുന്നത്. പോലീസിനെതിരെയുള്ള പരാതികൾ പറയാൻ വേണ്ടി ഒരു ഏകദേശം 2 ദിവസം മുൻപാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വാട്സാപ്പ് നമ്പർ പ്രദർശിപ്പിച്ചിരുന്നത്. ഇതിൽ ഇപ്പോൾ ഏകദേശം ഒരു 200-ലേറെ പരാതികൾ വന്നുവെന്നും കഴിഞ്ഞ ദിവസം MLA പറഞ്ഞിരുന്നു. ഈ നമ്പർ തൽപര കക്ഷികൾ ചേർന്ന് സ്പാം റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കൂട്ടമായ പരാതി നൽകിക്കൊണ്ട് ഇത് കൃത്യമായിട്ടല്ല നടക്കുന്നു എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് പരാതി കൊടുത്ത് ബ്ലോക്ക് ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു നമ്പർ പോയാൽ വേറെ 1000 നമ്പർ വരും എന്നുള്ളതാണ് ഈ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു വലിയ സിസ്റ്റത്തിലെ ചില പുഴക്കുത്തുകളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശുദ്ധീകരണമാണ് തുടങ്ങി വെച്ചിട്ടുള്ളത് എന്നും പറയുന്നു. ഒപ്പം അത് എത്ര പ്രതിസന്ധി സൃഷ്ടിച്ചാലും മുന്നോട്ട് തന്നെ പോകും, എല്ലാം ക്ലീനാക്കിയിട്ട് മാത്രമേ ഈ പരിപാടി നിർത്താൻ പോകുന്നുള്ളൂ എന്നുള്ളതുമാണ് MLA ഈ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതായത് വരും ദിവസങ്ങളിലും മറ്റ് നമ്പറുകളിലൂടെ ഈ പരാതി അറിയിക്കാനുള്ള സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കൃത്യമായ സൂചനയാണ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ ഈ മലപ്പുറത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം മാറ്റം വന്നതിന് തൊട്ടു പിന്നാലെയാണ് അൻവറിന്റെ ഈ രീതിയിലുള്ള ഒരു ഇടപെടലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ കുറിപ്പും വരുന്നത്. പ്രവിത. വിപിൻ C വിജയനാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാമത് ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് റിയാദിൽ തുടക്കമായി. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലധികം കമ്പനികളാണ് പങ്കെടുക്കുന്നത്. മാനവികതയുടെ ഉന്നമനത്തിനായി AI പ്രയോജനപ്പെടുത്തുക എന്ന ശീർഷകത്തിലാണ് ഈ വർഷത്തെ ആഗോള ആർട്ടിഫിഷ്യൽ ഉച്ചകോടി ആരംഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 12 വരെ നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യ ഉൾപ്പെടെ 100ഓളം രാജ്യങ്ങളാണ് ഭാഗമാകുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 400-ലധികം വിദഗ്ധർ വിവിധ സെഷനുകളായി പ്രഭാഷണം നടത്തുന്ന ഉച്ചകോടിയിൽ 10,000-ലധികം AI വിദഗ്ധരും പങ്കെടുക്കുന്നുണ്ട്. പ്രാദേശികവും അന്തർദേശീയവുമായ വിവിധ സ്ഥാപനങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന 100-ലേറെ കൗണ്ടറുകളും ഉച്ചകോടിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം, വ്യവസായം, ആരോഗ്യം, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി മുതലായ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ പങ്ക് ഉയർത്തിക്കാട്ടുന്നതാണ് ഇവയിൽ ഏറെയും. നൂതന സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ ടൂറിസം മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കാനുള്ള സൗദി അറേബ്യയുടെ പ്രതിബദ്ധതയാണ് ആഗോളതലത്തിൽ മുൻനിരക്കാരായ AI സ്ഥാപനങ്ങളുമായുള്ള സഹകരണത്തിലൂടെ തങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് സൗദി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ടൂറിസം ഡെപ്യൂട്ടി മന്ത്രി ജവാഹറ അൽ മുഖബിൽ വ്യക്തമാക്കി. നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് സൗദിയുടെ വിഷൻ 2030 അനുസൃതമായി സുസ്ഥിര വളർച്ച കൈവരിക്കാനും തങ്ങൾ ലക്ഷ്യമിടുന്നതായും അദ്ദേഹം അറിയിച്ചു. വ്യാപാര രംഗത്തെ കാര്യക്ഷമത ഉയർത്തുവാനും ടൂറിസം മേഖല വികസിപ്പിക്കുവാനും ഭാവിയിലെ പ്രവണതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് AI സംവിധാനത്തിൻ്റെ കഴിവ് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നത് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ 3 ദിവസത്തെ ഉച്ചകോടിയിൽ ചർച്ചയാകും. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. വാഹന പരിശോധനയ്ക്ക് മുൻകൂർ ബുക്കിംഗ് സേവനം അവതരിപ്പിച്ച ദുബായ് RTA സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയും വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാനുള്ള അവസരമാണ് RTA ഒരുക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ 2 കേന്ദ്രങ്ങളിലാണ് സൗകര്യം ലഭിക്കുക. ദുബായിലെ RTAയുടെ ഏറ്റവും വലിയ വാഹന പരിശോധനാ കേന്ദ്രങ്ങളായ അൽ ഖിസൈസിലെയും അൽ ബർഷയിലെയും തസ്ജീൽ സെന്ററുകളിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ മുൻകൂർ ബുക്കിംഗ് സേവനം നടപ്പാക്കുന്നത്. വാഹനം പുതുക്കൽ, രജിസ്ട്രേഷൻ, നമ്പർ പ്ലേറ്റോടുകൂടി വാഹനം എക്സ്പോർട്ട് ചെയ്യുക എന്നിവയ്ക്കായുള്ള പരിശോധനകളാണ് ഈ ഘട്ടത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സാധിക്കുക. യാത്രക്കാർക്ക് ഏറെ നേരം കാത്തിരിക്കാതെ തന്നെ പരിശോധന പൂർത്തിയാക്കാൻ ഇതുവഴി സാധിക്കും. സ്മാർട്ട് ആപ്ലിക്കേഷൻ മുഖേനയും വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കാമെന്ന് RTA അറിയിച്ചു. പരീക്ഷണ കാലയളവിൽ ബുക്കിംഗ് ചെയ്യാതെ തസ്ജീൽ സെന്ററുകളിൽ എത്തുന്നവരിൽ നിന്ന് 100 ദിർഹം ഈടാക്കുമെന്നും RTA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം നിശ്ചയദാർഢ്യക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ തന്നെ ഇവിടെയുള്ള എല്ലാ പരിശോധനകളും നടത്താൻ സാധിക്കും. 24, ദുബായ്. എയർ ഇന്ത്യ എക്സ്പ്രസ് തിരുവനന്തപുരം റിയാദ് വിമാന സർവീസ് ആരംഭിച്ചു. തുടക്കത്തിൽ എല്ലാ തിങ്കളാഴ്ചകളിലുമായിരിക്കും സർവീസ് ഉണ്ടായിരിക്കുക. വൈകിട്ട് 7:55 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി 10:40 റിയാദിലെത്തും. തിരികെ രാത്രി 11:20 റിയാദിൽ നിന്ന് പുറപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ 7:30 തിരുവനന്തപുരത്തെത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്.
UAE പാസ് ലോഗിൻ കോഡ് ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ദുബായ് എമിഗ്രേഷൻ. അപരിചിതരുമായി ഒരു കാരണവശാലും OTPയോ ലോഗിൻ വിവരങ്ങളോ പങ്കുവയ്ക്കരുതെന്ന് ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. UAE നിവാസികളുടെ ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖയായ UAE പാസ് ലോഗിൻ കോഡുകൾ തട്ടിയെടുത്തുള്ള സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നതായുള്ള റിപ്പോർട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മുന്നറിയിപ്പുമായി ദുബായ് എമിഗ്രേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് അവകാശപ്പെട്ടാണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ ബന്ധപ്പെടുക. തുടർന്ന് വ്യാജ സന്ദേശങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ ലോഗിൻ വിവരങ്ങൾ അഭ്യർത്ഥിക്കുകയും തുടർന്ന് OTP നമ്പർ പങ്കുവയ്ക്കാൻ നിർബന്ധിക്കുകയുമാണ് ചെയ്യുന്നത്. പൊതുജനങ്ങൾ യാതൊരു കാരണവശാലും അപരിചിതരുമായി തങ്ങളുടെ UAE പാസ് ലോഗിൻ വിവരങ്ങളോ OTP നമ്പറുകളോ പങ്കിടരുതെന്ന് എമിഗ്രേഷൻ ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയാകുമെന്ന് സംശയം തോന്നിയാൽ ഉടൻ തന്നെ ടോൾ ഫ്രീ നമ്പറായ 800-51-11 വിളിക്കണമെന്നും ദുബായ് എമിഗ്രേഷൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 24 ദുബായ്. യുവ കലാസാഹിതി ഷാർജയുടെ CK ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരം ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ K ജയകുമാറിന് സമ്മാനിച്ചു. മുൻ മന്ത്രിയും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ മുല്ലക്കര രത്നാകരനാണ് പുരസ്കാരം കൈമാറിയത്. ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര, AICC അംഗം അനിൽ ബോസ്, യുവ കലാസാഹിതി രക്ഷാധികാരി പ്രശാന്ത് ആലപ്പുഴ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ യുവ കലാസാഹിതി ഷാർജ പ്രസിഡന്റ് പത്മകുമാർ അധ്യക്ഷനായി. മദീന ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു. മീഖാത്ത് റോഡിലെ സദ്ദാം ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് ഒരു മാസത്തോളം നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റ് നടക്കുന്നത്. അബീർ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ അലി ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് പാസ്റ്റും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മിഫ പ്രസിഡന്റ് ഹിഫ്സു റഹ്മാൻ, മുനീർ പടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മയക്കുമരുന്നും നിരോധിത മരുന്നുകളും ഖത്തറിലേക്ക് കൊണ്ടുവരുന്നതിനെതിരെ ICBF-ഉം ഇന്ത്യൻ എംബസിയും ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മലയാളികൾ ഉൾപ്പെടെ മയക്കുമരുന്ന് കേസിൽ വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന സംഭവങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മയക്കുമരുന്നുൾപ്പെടെ നിരോധിക്കപ്പെട്ട മരുന്നുകളുമായി ഖത്തറിലേക്ക് വരുന്ന നിരവധി പേർ ജയിലിലാവുകയും നിയമക്കുരുക്കുകളിലകപ്പെട്ട് ദുരിതമനുഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ സെമിനാർ സംഘടിപ്പിച്ചത്. നിരോധിത മയക്കുമരുന്നിനൊപ്പം നിയന്ത്രിത സൈക്കോ ആക്റ്റീവ്, സൈക്കോട്രോപിക് മരുന്നുകളും ഖത്തറിലേക്ക് കൊണ്ടുവരുന്നവർ നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഇന്ത്യൻ അംബാസഡർ വിപുൽ വിശദീകരിച്ചു. ഫസ്റ്റ് സെക്രട്ടറി ഈഷ് സിംഗാൽ, ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ, ജനറൽ സെക്രട്ടറി KV ബോബൻ എന്നിവർ സംസാരിച്ചു. മയക്കുമരുന്നോ മറ്റെന്തെങ്കിലും നിരോധിത മരുന്നുകളോ യാത്രയിൽ കൈവശം സൂക്ഷിച്ചതിന് ഖത്തറിൽ ജയിൽ ശിക്ഷ നേരിടേണ്ടി വന്ന കേസുകൾ ഐഷ് സിംഗാൾ ചൂണ്ടിക്കാട്ടി. ചില കേസുകളിൽ ഖത്തറിലേക്ക് വരുമ്പോൾ ഏജന്റുമാർ കൈമാറിയ പാക്കറ്റുകളാണ് ജയിൽ ശിക്ഷയ്ക്ക് കാരണമായതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടവർ നിരപരാധികളാണോ, അറിഞ്ഞുകൊണ്ട് കരിയർമാരായതാണോ എന്ന് കണ്ടെത്തേണ്ടത് ഖത്തറിലെ നിയമ സംവിധാനമാണെന്നും ഇക്കാര്യത്തിൽ എംബസിക്കോ മറ്റുള്ളവർക്കോ ഒരു സഹായവും ചെയ്യാൻ കഴിയില്ലെന്നും അംബാസഡർ വ്യക്തമാക്കി. To judge as to who is innocent and who is not innocent, that is the main question. So the embassy or ICBF or any one of us sitting here cannot take that call. That call has to be taken through a legal and judicial system. And when we are here in Qatar, we have to respect the local judicial and legal system. They are the ones who determine whether someone is innocent or whether someone has done a crime and which is deliberate. ICBF-ന്റെയും ഇന്ത്യൻ എംബസിയുടെയും നേതൃത്വത്തിൽ നിയമസഹായം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ പ്രതികളാക്കപ്പെട്ടവർക്ക് നൽകാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ തടവുകാർക്ക് ഇന്ത്യൻ എംബസിയും ICBF-ഉം നിയമപരമായ കാര്യങ്ങളിൽ കൗൺസിലിങ്ങുകളും അടിയന്തര ഘട്ടങ്ങളിൽ ചില സാമ്പത്തിക സഹായങ്ങളും ഉൾപ്പെടെ ചെയ്യുന്നുണ്ടെന്ന് ICBF പ്രസിഡന്റ് ഷാനവാസ് ബാവ വിശദീകരിച്ചു. In ICBF, in association with the embassy, we do regular jail visit. Regular in the sense that every week we do jail visit. Thanks a lot to JNFD for all the weeks taking ICBF and meeting these people. നാട്ടിൽ നിന്നും മരുന്നുകൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ എല്ലാവരും ശ്രമിക്കണമെന്നും നിരോധിത മരുന്നുകൾ ഏതൊക്കെയാണെന്ന വിവരങ്ങൾ ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഇന്ത്യൻ അംബാസഡർ അറിയിച്ചു. അതേസമയം ഖത്തറിൽ മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നവർക്ക് നിയമസഹായം ലഭ്യമാക്കുകയെന്നത് ശ്രമകരമായ ജോലിയാണെന്നും വലിയ തുക മുടക്കി ഇത്തരം കേസുകൾ നടത്തിയാലും ശിക്ഷയിൽ ഇളവ് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ലീഗൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന അഡ്വക്കേറ്റ് സക്കരിയ
സ്വന്തം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തമാക്കി. കാരണം ഇത് പ്രൂവഡ് ആണ്. കാരണം അവരുടെ ഫയലിൽ നമ്മൾ അവരുടെ ഫോട്ടോ കാണുമോ, ആളിങ്ങനെ നിൽക്കുന്നുണ്ടോ, ഡ്രഗ് ഉണ്ടോ, എല്ലാം ഉണ്ടാവും. അപ്പം നമുക്ക് അത് ഐ ഡിഡ്ന്റ് ക്യാരി എന്ന് പറഞ്ഞിട്ടൊരു ഡിഫൻസ് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അൻവർ പാലേരി, 24 ദോഹ. PV അൻവർ MLA യുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ മലപ്പുറം പോലീസിൽ വൻ അഴിച്ചുപണി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ വിജിലൻസിലേക്ക് മാറ്റി. മലപ്പുറത്തെ ഡിവൈഎസ്പിമാരെയും സ്ഥലം മാറ്റി. IPS തലപ്പത്ത് ഉൾപ്പെടെ അഴിച്ചുപണി നടത്തിയെങ്കിലും ഗുരുതര ആരോപണം നേരിടുന്ന ADGP MR അജിത് കുമാറിനെ സർക്കാർ തൊട്ടിട്ടില്ല. PV അൻവർ MLA യുടെ പരാതി പ്രളയത്തിന് പിന്നാലെ മലപ്പുറം പോലീസ് നേതൃത്വം അടിമുടി മുങ്ങി. ജില്ലാ പോലീസ് മേധാവി S ശശിധരനെ എറണാകുളം വിജിലൻസിലേക്കാണ് സ്ഥലം മാറ്റിയത്. പോലീസിനെതിരെ PV അൻവർ പടപ്പുറപ്പാട് തുടങ്ങിയത് മലപ്പുറത്തെ പോലീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ S ശശിധരനെ വിമർശിച്ചുകൊണ്ടായിരുന്നു. പോലീസ് ആസ്ഥാനത്തെ AIG R വിശ്വനാഥിനെയാണ് ശശിധരന് പകരം മലപ്പുറം SP ആയി നിയമിച്ചത്. SP-ക്ക് പുറമെ മലപ്പുറം ജില്ലയിലെ 8 DYSP-മാരെയും സ്ഥലം മാറ്റി. മലപ്പുറം, പെരിന്തൽമണ്ണ, തിരൂർ, കൊണ്ടോട്ടി, നിലമ്പൂർ, താനൂർ ജില്ലാ ക്രൈംബ്രാഞ്ച്, മലപ്പുറം സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-മാർക്കാണ് സ്ഥലം മാറ്റം. ലൈംഗികാതിക്രമ ആരോപണം നേരിടുന്ന താനൂർ DYSP VV ബെന്നിയെ കോഴിക്കോട് റൂറൽ ക്രൈംബ്രാഞ്ചിലേക്കാണ് സ്ഥലം മാറ്റിയത്. ഇതിനു പുറമെ IPS തലപ്പത്തും അഴിച്ചുപണിയുണ്ട്. ക്രൈംബ്രാഞ്ച് IG CH നാഗരാജുവിനെ ഗതാഗത കമ്മീഷണറായി നിയമിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണറായി ചുമതലയേൽക്കാൻ വിമുഖത പ്രകടിപ്പിച്ച A അക്ബറിനെ എറണാകുളം ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റിയത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന S ശ്യാംസുന്ദർ സൗത്ത് സോൺ IG ആകും. പുട്ട വിമലാദിത്യയെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായും നിയമിച്ചു. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസിന് എറണാകുളം റേഞ്ച് DIG-യുടെ അധിക ചുമതല നൽകി. ഇത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഗുരുതര ആരോപണങ്ങൾ നേരിടുന്ന ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിന് സ്ഥാനചലനമില്ല. 24 തിരുവനന്തപുരം. മലപ്പുറം SP-യെ സ്ഥലം മാറ്റിയ നടപടി ആശ്വാസവും സന്തോഷവുമെന്ന് PV അൻവർ MLA 24-നോട്. ADGP MR അജിത് കുമാറിനെതിരെയും സർക്കാർ നടപടിയെടുക്കുമെന്നാണ് വിശ്വാസമെന്നും PV അൻവർ പ്രതികരിച്ചു. നമ്മൾ അത് ഉയർത്തിയ കാര്യങ്ങൾ ഗവൺമെന്റും പാർട്ടിയും ഉൾക്കൊണ്ട് അങ്ങനെ തീരുമാനം ഉണ്ടെങ്കിൽ ആശ്വാസവും സന്തോഷവും തന്നെയല്ലേ. ADGP-യുടെ തൊപ്പിയും ഉടൻ തന്നെ തെറിക്കും എന്ന പ്രതീക്ഷയുണ്ടോ സി അൻവർ? 100% പ്രതീക്ഷിക്കുന്നുണ്ട്. അതില്ലാതെ ഈ കാര്യങ്ങൾ എവിടെ എത്തും? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നത്, ഇനിയും ആ പൊസിഷനിൽ ലോ ആൻഡ് ഓർഡറിൽ ഇരുത്തുന്നത് ഈ അന്വേഷണത്തെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. മലപ്പുറം SP സ്ഥാനത്ത് നിന്ന് മാറ്റിയ S ശശിധരനെതിരെ രൂക്ഷ വിമർശനവുമായി KT ജലീൽ MLA. ശശിധരൻ സംഖ്യമനസ്സുള്ള കൺഫേർഡ് IPS. ശശിധരന്റെ തൊപ്പിയിലെ പൊൻതൂവലുകൾക്ക് രക്തത്തിന്റെ മണവും വംശവെറിയുടെ വിഷവുമുണ്ട്. IPS ഉദ്യോഗസ്ഥരിൽ സംഖ്യകളുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ചു. CPIM RSS അന്തർധാരയെന്ന ആരോപണത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPIM-ന് RSS-നെ പ്രീണിപ്പിക്കേണ്ട ആവശ്യമില്ല. RSS ബന്ധം കോൺഗ്രസിനാണെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി, പക്ഷേ ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് മൗനം പാലിച്ചു. ചരിത്രം മാത്രം പറഞ്ഞുകൊണ്ടായിരുന്നു പൊതുവേദിയിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. എന്തോ ഒരു വലിയ കാര്യം കേരളത്തിൽ നടന്നിരിക്കുന്നുവെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. ഞങ്ങൾക്ക് RSS-നെ പീഡിപ്പിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിട്ടില്ല. പോലീസ് തലപ്പത്തെ രണ്ടാമൻ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച CPIM-നെ അടിമുടി ഉലച്ചിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. തൃശൂർ പൂരം കലക്കിയെന്ന പ്രതിപക്ഷാരോപണത്തിനും മറുപടിയില്ല. പകരം തലശ്ശേരി കലാപം മുതൽ CPIM സ്വീകരിച്ചിട്ടുള്ള RSS വിരുദ്ധ നിലപാടുകൾ നിരത്തി പ്രസംഗം. തലശ്ശേരി കലാപം, ആ കലാപകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ കാവൽ നിന്നിട്ടുണ്ട്. ഇവിടെ ന്യൂനപക്ഷ ആരാധനാലയങ്ങൾ തകർക്കാൻ വരുന്ന ഈ സംഘപരിവാറുകാരെ നേരിടുന്നതിനു വേണ്ടി കോൺഗ്രസിന് രൂക്ഷ വിമർശനം. RSS ശാഖയ്ക്ക് കാവൽ നിന്നുവെന്ന് വലിയ അഭിമാനത്തോടെ വിളിച്ചു പറഞ്ഞ നേതാവ് ആരാണെന്നും ഗോൾവാക്കറുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വണങ്ങി നിന്നത് ആരാണെന്നും K സുധാകരനെയും VD സതീശിനെയും ഉന്നമിട്ട് മുഖ്യമന്ത്രി ചോദിച്ചു. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർക്കും വിമർശനം. RSS ശാഖ തകർക്കാൻ CPM-കാർ ശ്രമിച്ചിരുന്നുവെന്നും കോൺഗ്രസ് പാർട്ടിക്കാർ ശാഖയ്ക്ക് കാവൽ നിന്നുവെന്നുമല്ലേ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞത്? ഗോൾവാൾക്കറുടെ ഫോട്ടോവിന് മുന്നിൽ വണങ്ങി കുമ്പിട്ട് നിന്ന ചിത്രം ആരുടേതായിരുന്നു എന്ന് പരിശോധിക്കണം. CPIM കോവളം ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതേ വേദിയിലുണ്ടായിരുന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ADGP RSS കൂടിക്കാഴ്ചയുമായി CPIM-നെ ബന്ധിപ്പിക്കേണ്ടെന്ന് ആവർത്തിച്ചു. CPIM-മായി RSS-ന് ലിങ്ക് ഉണ്ടാക്കാൻ ADGP-യെ ആശ്രയിക്കേണ്ട ഒരു ഗതികേട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഇല്ല.
ഞങ്ങൾക്ക് ഡീൽ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച മോഹൻ ഭഗത്തിനെ തന്നെ കണ്ടുകൂടെ? ADGP RSS നേതാക്കളെ കണ്ടുവന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടും മുഖ്യമന്ത്രി നടപടിയെടുത്തിട്ടില്ല. സഖ്യകക്ഷിയായ CPIക്ക് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. നാളത്തെ ഇടതുമുന്നണി യോഗത്തിൽ വിഷയം ചർച്ചയായേക്കും. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 4.5 വർഷമായിട്ടും നടപടിയെടുക്കാതിരുന്ന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഹൈക്കോടതി പോക്സോ അടക്കം ഗുരുതര കുറ്റകൃത്യങ്ങളെപ്പറ്റി പരാമർശമുണ്ടായിട്ടും എന്തുകൊണ്ട് നിശബ്ദരായിരുന്നുവെന്ന് കോടതി ചോദിച്ചു. ഓഡിയോ വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഇനിയും അന്വേഷണം നടക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒളിച്ചുകളിയെന്ന ആരോപണം നിലനിൽക്കുന്നതിനിടെ സർക്കാരിന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത് ഇരട്ടിപ്രഹരം. സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് അങ്ങേയറ്റം ഉദാസീന നിലപാടാണെന്ന് ഇടക്കാല ഉത്തരവിൽ ഹൈക്കോടതി കുറ്റപ്പെടുത്തുന്നു. അനീതിക്കെതിരെ മൂകമായിരിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. സർക്കാർ ശരിയായ നടപടിയെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും അത് ഉണ്ടായില്ലെന്നും കോടതി വിമർശിച്ചു. വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം തുടങ്ങിയെന്നും ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും SITക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതി മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. അന്വേഷണ പുരോഗതി ഡിവിഷൻ ബെഞ്ച് നേരിട്ട് വിലയിരുത്തും. പരാതികളിൽ SIT പ്രാഥമിക അന്വേഷണം നടത്തി അനുയോജ്യമായ നടപടി സ്വീകരിക്കണം. എന്ത് നടപടി സ്വീകരിച്ചു എന്ന് 2 ആഴ്ചക്കകം സർക്കാരിന് റിപ്പോർട്ട് നൽകണം. ഈ റിപ്പോർട്ട് സഹിതം സർക്കാർ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്നു. കേസിൽ മാധ്യമ വിചാരണ പാടില്ലെന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലെന്നും സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്കറിയാമെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇരകളുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നും മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ലെങ്കിൽ നടപടികൾ അവസാനിപ്പിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ ഹൈക്കോടതി താരസംഘടന അമ്മയെ കക്ഷി ചേർത്തു. പ്രത്യേക ബെഞ്ചിന്റെ അടുത്ത സിറ്റിംഗ് ഒക്ടോബർ 3-നായിരിക്കും. 24 കൊച്ചി. മലപ്പുറത്ത് നിന്ന് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തി നാട്ടിലെത്തിച്ചു. വിവാഹ ചെലവുകൾക്ക് പണം തികയില്ല എന്ന ചിന്തയിൽ നാടുവിട്ടതാണെന്ന് വിഷ്ണുജിത്ത് പോലീസിനോട് പറഞ്ഞു. വിഷ്ണുജിത്ത് വിഷാദ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതായി പോലീസ്. വിപിൻ C. വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അതെ, ഇന്നൊരു ആശ്വാസത്തിന്റെ ദിനം കൂടിയാണ്. പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ ഉച്ചയോടെ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഊട്ടിയിലെ കൂനൂരിൽ നിന്നാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. പോലീസും അതുപോലെ തന്നെ ഊട്ടി പോലീസിന്റെ സഹായത്തോടെയാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയത്. അല്പസമയം മുൻപ് മൊഴിയെടുത്തതിന് ശേഷം മലപ്പുറം പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അതിനുശേഷം മെഡിക്കലിലേക്ക് കൊണ്ടുപോവുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. തുടർന്നായിരിക്കും ബന്ധുക്കൾക്കൊപ്പം വിഷ്ണുജിത്തിനെ വിട്ടയക്കുക. വിഷ്ണുജിത്ത് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. ഈ വിവാഹം ഞായറാഴ്ച നടക്കേണ്ടതായിരുന്നു. വിവാഹത്തിന് പണം തികയുന്നില്ല എന്ന ചിന്തയിലാണ് നാടുവിട്ടത്. പലരോടും കടം ചോദിച്ചു, പക്ഷേ എവിടെ നിന്നും ലഭിച്ചില്ല. ഇതോടുകൂടി മാനസികമായി തകർന്നു. അങ്ങനെയാണ് നാടുവിടാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. സുഹൃത്തിൽ നിന്ന് 1 ലക്ഷം രൂപ കടമായി കിട്ടി. അതിൽ 10,000 രൂപ വീട്ടിലേക്ക് അയച്ചു. ബാക്കി 90,000 രൂപയുമായാണ് തമിഴ്നാട്ടിലേക്ക് പോയത്. ഈ 90,000 രൂപയിൽ 50,000 രൂപ എവിടെയോ നഷ്ടപ്പെട്ടു. അത് എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ വിഷ്ണുജിത്തിന് അറിയുന്നില്ല. 20,000 രൂപ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ചിലവിനായി എടുത്തു. ബാക്കിയുള്ള 20,000 രൂപ മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. വിവാഹത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് വിചാരിച്ച ഒരു പണം സ്വരൂപിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചിന്ത വിഷാദം ഒരു രോഗത്തിലേക്ക്, അതിൻ്റെ ലക്ഷണങ്ങളിലേക്ക് വരെ പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷാദ രോഗ ലക്ഷണം പല സമയങ്ങളിലും പ്രകടിപ്പിച്ചതായിട്ടാണ് ഈ അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നത്. ഊട്ടിയിലെ ഒരു വിവാഹത്തിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തു. ആ വിവാഹത്തിൽ പങ്കെടുത്തപ്പോഴാണ് താനും ഇതുപോലെ തന്നെ ഒരു വരനായി നിൽക്കേണ്ടതായിരുന്നല്ലോ എന്നൊരു ചിന്ത വിഷ്ണുജിത്തിൽ വരികയും ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിക്കണമെന്നൊരു ചിന്തയും വന്നത്. അങ്ങനെയാണ് ഫോൺ ഓണാക്കിയത്. ഈ ഓണാക്കിയ സമയത്താണ് വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ചത്. ഒപ്പം തന്നെ വിഷ്ണുജിത്തിന്റെ ഒരു ഫോൺ കോൾ ഈ പ്രതിശ്രുത വധുവിനും വന്നിട്ടുണ്ടായിരുന്നു. ഇത് പോലീസ് ട്രേസ് ചെയ്തു. ഊട്ടിയിലെ ഒരു ടൗണിൽ വെച്ച് തന്നെയാണ് വിഷ്ണുജിത്ത് പിടിയിലായത് എന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അറിയിച്ചത്. ഉടൻ തന്നെ ഇങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇപ്പോൾ മെഡിക്കലിന് ശേഷം ആണ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. വയനാടിന് കൈത്താങ്ങാകാൻ 24 കണക്ട് സംഘടിപ്പിച്ച എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പരിപാടിയിൽ പ്രഖ്യാപിച്ച ആശ്വാസ നടപടികൾ തുടരുകയാണ്. ചൂരൽമല സ്വദേശി വാസുവിന് ഉപജീവനമാർഗമായ ഗുഡ്സ് ഓട്ടോറിക്ഷയും രമേശിന് 2 വീലറും ഇന്ന് കൈമാറി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് 24 പ്രേക്ഷക സമ്മേളനത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ചൂരൽമല ഉരുൾപൊട്ടലിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാണ് വാസുവിന്റെയും രമേശിന്റെയും കുടുംബം. ആക്രി കച്ചവടക്കാരനായ വാസുവിന് ചൂരൽമല പാലത്തിന് സമീപം കടയുണ്ടായിരുന്നു. കടയും ഗുഡ്സ് ഓട്ടോറിക്ഷയും ദുരന്തത്തിൽ നശിച്ചു. ഒപ്പം വീടും. 24 അമേരിക്കൻ പ്രതിനിധി മധു കൊട്ടാരക്കര ഗുഡ്സ് ഓട്ടോറിക്ഷ വാങ്ങി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു.
എനിക്ക് 24-നോട് തീരാത്ത കടപ്പാടുണ്ട്. പിന്നെ എൻ്റെ ജീവിതമാർഗ്ഗം വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം പകച്ച സമയമായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഒരു ഓട്ടോ തരാമെന്ന് പറഞ്ഞ് തീരാത്ത കടപ്പാടുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു സഹായം ഒരാൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുത്താൽ ഒരുപക്ഷെ ആ ഒരു ജീവിതം തന്നെ മാറിപ്പോകും. തന്നെയല്ല, ചില സഹായങ്ങൾ പരസ്യമായിട്ട് ചെയ്താലേ പലരിലൂടെ അതൊരു വലിയ സഹായമായി മാറൂ. വലിയ സഹായമാണ് വയനാടിന് ഇപ്പോൾ ആവശ്യം. ദുരന്തത്തിന്റെ തലേ ദിവസം 24 വാർത്താ സംഘത്തിനൊപ്പം പുഞ്ചിരിമട്ടത്തേക്ക് എത്തിയ ആളാണ് ചൂരൽമല സ്കൂൾ റോഡ് സ്വദേശി രമേശ്. ദുരന്ത വിവരം അറിയിച്ചതും രമേശാണ്. പ്രാദേശിക ടൂറിസ്റ്റ് ഗൈഡായ രമേശിന്റെ തുടർ ജീവിതത്തിന് കരുത്തു പകരാനാണ് 2 വീലർ സമ്മാനിച്ചത്. 24 വയനാട് ബ്യൂറോ ചീഫ് സുർജിത് അയ്യപ്പത്ത താക്കോൽ കൈമാറി. 24 കണക്ട് വയനാട് ജില്ലാ പ്രേക്ഷക സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച ആശ്വാസ നടപടികൾ തുടർ ദിവസങ്ങളിൽ പൂർത്തീകരിക്കും. 24 വയനാട്. കായിക വാർത്തകൾ. ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ജയം തുടരാൻ അർജന്റീനയും ബ്രസീലും കളത്തിലേക്ക്. ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ കൊളംബിയയാണ്. ബ്രസീൽ രാവിലെ 6-ന് പരാഗ്വേയെ നേരിടും. കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം അർജന്റീനയും കൊളംബിയയും വീണ്ടും മുഖാമുഖം. അന്ന് ലൗട്ടോറോ മാർട്ടിനസിന്റെ ഒറ്റ ഗോളിന് ജയവും കിരീടവും നേടിയ അർജന്റീനയുടെ ലക്ഷ്യം ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ വിജയക്കുതിപ്പ് തുടരൽ. 7-ൽ 6 മത്സരങ്ങളും ജയിച്ച ലോക ചാമ്പ്യന്മാരായ അർജന്റീന 18 പോയിന്റോടെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്താണ്. 11 ഗോളടിച്ചപ്പോൾ വഴങ്ങിയത് 2-2. നായകൻ ലിയോണൽ മെസ്സിയുടെ അഭാവത്തിലും കഴിഞ്ഞ ദിവസം ചിലയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തതിന്റെ ആത്മവിശ്വാസവും ആൽബി സെലസ്റ്റകൾക്കുണ്ട്. കോപ്പ ഫൈനലിലെ തോൽവിക്ക് കണക്ക് തീർക്കുന്നതിനൊപ്പം പോയിന്റ് പട്ടികയിലെ കുതിപ്പാണ് കൊളംബിയയുടെ ലക്ഷ്യം. 3 തുടർ തോൽവികൾക്ക് ശേഷം വിജയവഴിയിൽ തിരിച്ചെത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ബ്രസീൽ. ഇക്വഡോറിനെതിരായ ഒറ്റ ഗോൾ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരുന്നു മുൻ ലോക ചാമ്പ്യന്മാർ. എല്ലാ ലോകകപ്പുകളിലും കളിച്ച ഏക ടീമെന്ന അപൂർവ റെക്കോർഡ് നിലനിർത്താൻ കാനറുകൾക്ക് വിജയത്തുടർച്ച കൂടിയേ തീരൂ. യുറുഗ്വേ വെനസ്വേല പോരാട്ടം ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 നടക്കും. സ്പോർട്സ് ഡെസ്ക് 24. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.